നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 7 മാത്സിലെ 12th ചാപ്റ്ററായ ആൾജിബ്ര എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗം കേട്ടോ. ഓക്കെ, ഫസ്റ്റ് പാർട്ട് കാണാത്തവർ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് ഉണ്ട്, കാണാം. ദെൻ നമ്പർ ക്യൂരിയോസിറ്റീസ്. എന്താണ് നമ്പർ ക്യൂരിയോസിറ്റീസ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ. ഈ നമ്പർ നോക്ക്, 10, 11, 12 അല്ലേ. അപ്പോൾ ഈ 10ഉം 11ഉം കൂടി കൂട്ടിയതാണ് ഈ 21 എന്ന് പറയുന്നത്. ഈ 11ഉം 12ഉം കൂടി കൂട്ടിയത് എന്താ 23. ഓക്കെ, പിന്നെ ഈ 21ഉം 23ഉം കൂടി കൂട്ടിയത് എന്താണ് 44 എന്നാണ്. ഓക്കെ, അപ്പോൾ ഈ മിഡിൽ നമ്പർ ആയിട്ട് എന്തെങ്കിലും ഇതിനും ബന്ധം ഉണ്ടാവും നോക്കിയാൽ ഉണ്ട് അല്ലേ. എന്താണ് ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ. നോക്കൂ, 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 4 × 11 44 അല്ലേ. അതേപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ കേട്ടോ. ഇനി നോക്കൂ, നമ്മൾ എക്സ് ടേംസ് വരുമ്പോൾ നോക്കിയാൽ ഇവിടെ ഫസ്റ്റ് ടൈം എക്സ്, നടുക്കത്തെ എക്സും പുറത്തുള്ള x-1, ഇത് x+1. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എന്ത് വരും, x-1 + x എന്ന് പറഞ്ഞാൽ എന്താണ് 2x-1 അല്ലേ. അതുകൊണ്ട് എഴുതി. ഇനി x+1 എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കൂ, 2x+1 അല്ലേ. എക്സും കൂട്ടി അപ്പോൾ 2x+1 ആണ് അവിടെ അല്ലേ. 2x+1. ഇത് രണ്ടും കൂടി കൂട്ടി എന്തായിരിക്കും 2x - 1 + 2x+1 അല്ലേ. അപ്പോൾ -1ഉം +1ഉം 0 ആവും. 2x + 2x എന്ന് പറഞ്ഞാൽ 4x അല്ലേ. അപ്പോൾ ഈ മിഡിലത്തെ നമ്പറിൻ്റെ എന്താണ് 4 ടൈംസ് ആയിരിക്കും ഈ മുകളിലുള്ള ഈ പിരമിഡിന്റെ മേലുള്ള ടോപ്പിലുള്ളത്. ഓക്കെ, ദെൻ എല്ലാ കേസിലും അങ്ങനെ തന്നെ കേട്ടോ. എല്ലാ കേസിലും അങ്ങനെയാണ് വരുന്നത്. താഴെയുള്ള ഈ 3 നമ്പറിന്റെ ഇതിലാണെങ്കിൽ അതിന്റെ മുകളിലത്തെ ആ നമ്പർ എന്തായിരിക്കും, മിഡിൽ നമ്പറിന്റെ 4 ടൈംസ് ആയിരിക്കും. ഓക്കെ, ഇനി നോക്കൂ, ഈ ക്വസ്റ്റ്യൻസ് നോക്ക്. ഈ ക്വസ്റ്റ്യനാണ് ഇനി പറയുന്നത് കേട്ടോ. ദ ബോട്ടം റോ ഓഫ് എ 5-story number tower like 3-story and 4-story towers we have discussed is shown below. അല്ലേ, എന്താ അവിടെ പറയുന്നത്, ഈ ബോട്ടം 5-story നമ്പറാണ് ടവറിൽ അല്ലേ. അതിൻ്റെ എന്താണ് അത് എന്താണ് 3-storyയും 4-story ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞു ടീച്ചർ. എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ 3 എന്താണ് ഇതുള്ളതാണ് നമ്മൾ എന്താക്കിയിരിക്കുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. 3 എണ്ണാണെങ്കിൽ അതിൻ്റെ നടുക്കുള്ള നമ്പറിൻ്റെ 4 ടൈംസ് ആയിരിക്കും അതിൻ്റെ ടോപ്പുള്ളത്. അങ്ങനെയാണ് ഈ 4-story ടവറിലാണെങ്കിലും അത് 3-story ടവറാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ 4-story ടവർ ആണെങ്കിലും അതേപോലെ തന്നെ എന്താണ് നമ്മൾ നോക്കുന്നത്, ഇതിൻ്റെ ഈ നടുക്കുള്ള മിഡിൽ നമ്പർ ഇല്ല, അത് രണ്ടും കൂടി ആഡ് ചെയ്തതിൻ്റെ ആ നമ്പർ ഇടില്ല, അതിൻ്റെ 4 ടൈംസ് ആയിരിക്കും അതിൻ്റെ മുകളിലത്തെ നമ്പർ. ഓക്കെ, അതായത് ഇത് നോക്കൂ, ഇത് 3 തന്നെ അല്ലേ. ഇത് 3 ആകുമ്പോൾ ഇതിൻ്റെ മിഡിൽ നമ്പർ ആയിരിക്കും 4 ടൈംസ് ഇത്. ഓക്കെ, ഇതിപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ് 3-storyൻ്റെയോ 4-storyൻ്റെയോ നമ്മൾ പറഞ്ഞില്ല. അതേപോലെ 5-storyൻ്റെ ഒരു 5-storyൻ്റെ ബോട്ടം റോ ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കുക, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ബിഫോർ ആക്ച്വലി റൈറ്റിംഗ് ഡൗൺ ദ അതർ നമ്പർ. ഈ മൊത്തം നമ്പർ എഴുതുന്നതിന് മുന്നേ നമ്മളെങ്ങനെ എഴുതേണ്ടതെന്ന് അറിയാം അല്ലേ. ഈ ബോക്സിലാണെങ്കിൽ എന്താ ഈ വരൻ്റെയും ഉള്ള ആ ബോക്സത്ത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് ഇത് എഴുതേണ്ടത്. അതുപോലെ ഈ ബോക്സിലാണെങ്കിലോ ഈ ബോക്സിന് അറ്റത്തുള്ള ഈ വരയും അല്ലേ, അത് രണ്ടും കൂടി കൂട്ടിയതാണ് ഇവിടെ എഴുതേണ്ടത് അല്ലേ. അങ്ങനെയാണ് എഴുതി പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ എഴുതുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് ആ മുകളിലത്തെ ടവറിൻ്റെ ടോപ്പിലുള്ള ആ നമ്പർ എന്താണ് ഗസ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗസ് ചെയ്തൂടെ, എങ്ങനെ ഗസ് ചെയ്യുക നോക്ക്. നമുക്ക് ഈ 3 ഈ അടിയത്തെ ഈ 3 നമ്പർ എടുക്കുക, നടുക്കുള്ള ഈ 3 നമ്പർ എടുക്കുക. ഓക്കെ, അപ്പോൾ നടുക്കുള്ള 3 നമ്പർ എടുക്കുമ്പോൾ എന്താ ഒരു പിരമിഡ് ആക്കി ഇതിനെ മാറ്റാം. നമുക്ക് പിരമിഡ് ആക്കുമ്പോൾ അത് 3 അല്ലേ. അപ്പം നേരെ അതിൻ്റെ മേലുള്ള ഈ 2ഉം പിന്നെ 1 അല്ലേ, അതാണ്. അപ്പോൾ അതിൻ്റെ മിഡിലുള്ള അതിൻ്റെ 4 ടൈംസ് ആയിരിക്കും അതിൻ്റെ മുകളിലുള്ള ആ നമ്പർ എന്ന് പറഞ്ഞത് അല്ലേ. മിഡിലത്തേൻ്റെ 4 ടൈംസ് ആണ് ഏറ്റവും ടോപ്പിലുള്ളത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ ക്വസ്റ്റ്യനെ നമുക്ക് എന്താക്കാം, നമുക്ക് ഈ ഒരു പിരമിഡ് ആക്കുക ഇങ്ങനെ. അപ്പോൾ നമുക്ക് എന്താക്കും, ഇതിനെ പിരമിഡ് ആക്കി അല്ലേ. അപ്പോൾ പിരമിഡിനെ എന്താ നമ്മൾ പഠിച്ചത്, അതിൻ്റെ 4 ടൈംസ് ആയിരിക്കും ഇതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ എത്ര ആയിരിക്കും, ഇവിടെ 40 ആയിരിക്കും അല്ലേ, ഇവിടെ 40 ആയിരിക്കും. ഓക്കെ, ഇവിടെ 40 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, മുകളിലത്തെ ഇതാണ് കാണേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ 40 ആണെങ്കിൽ നമുക്ക് ഇതിനൊരു പിരമിഡ് ആക്കി കൂടെ. നോക്കൂ, നമുക്ക് ഇങ്ങനെ പിരമിഡ് ആയി അതിൻ്റെ മിഡിൽ നമ്പർ കിട്ടിയാൽ എന്താണ് അതിൻ്റെ 4 ടൈംസ് ആയിരിക്കും എന്താ ഏറ്റവും ടോപ്പിലുള്ളതെന്ന് പറഞ്ഞില്ലേ. ഇനി നമുക്ക് എന്താക്കുക, ഇതിനൊരു പിരമിഡ് ആക്കുക. ഇതിനെന്താക്കുക, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പിരമിഡ് ആക്കുക അല്ലേ. അപ്പോൾ പിരമിഡ് ആക്കുമ്പോൾ അതിൻ്റെ മിഡിൽ നമ്പറിൻ്റെ 4 ടൈംസ് ആയിരിക്കും മുകളിൽ എന്നല്ല പറഞ്ഞത്. അപ്പോൾ എന്താണ് 4 ടൈംസ് എന്ന് പറയുമ്പോൾ ഇവിടെ 40 അല്ലേ. അപ്പോൾ 40ൻ്റെ 4 ടൈംസ് പറയുമ്പോൾ എന്താണ് നമുക്ക് 4 × 40 അല്ലേ. അപ്പോൾ 160 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ചെയ്തു നോക്കാം അല്ലേ. അപ്പോൾ 4 × 40 അല്ലേ. അപ്പോൾ 4 × 40 ചെയ്ത് നോക്കുക. അപ്പോൾ എന്താ കിട്ടുക, നമുക്ക് 160 എന്ന് കിട്ടും അല്ലേ.
ഓക്കെ, അപ്പോൾ ഗസ് ചെയ്തതാട്ടത്. ഇനി നമുക്ക് എന്താക്കണം, ശരിക്കും നമ്പർ എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, ഈ ഒന്ന് 40യും ഒന്ന് 160 ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും ചെയ്ത് നോക്കുകയല്ലേ നമുക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മളെന്താക്കി, ഇവിടെ കിട്ടിയ അങ്ങോട്ടേ മാറ്റി ചെയ്തിട്ട് നമ്മൾ ഗസ് ചെയ്ത് ആണ് കേട്ടോ. 40 ഇവിടെ കിട്ടി, പിന്നെ അതുപോലെ 160. അപ്പോൾ എന്താണ് മുകളിലത്തെ എത്ര ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് 160 ആയിരിക്കും എന്നാണ് ഞാൻ എന്താക്കുന്നത്, ടോപ്പ് മോസ്റ്റ് ഞാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കുക, ഇങ്ങനെ കറക്റ്റ് ആണെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് എന്താക്കുക, ബൈ ഫില്ല് ചെയ്യുക അല്ലേ. അപ്പോൾ 6 + 8 എത്രയാണ്, 6 + 8 എത്രയാണ്, 6 വിട്ട് എത്രയാണ്, 14 അല്ലേ. അപ്പോൾ 14 ഇത് എഴുതുക. അങ്ങനെ ഓരോന്നും ഫില്ല് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ എന്ത് വരും, അവിടെ 8ഉം 10ഉം അല്ലേ. അപ്പോൾ എത്രയായി, 18 അല്ലേ. അവിടെ 18 എന്ന് എഴുതുക. ദെൻ നെക്സ്റ്റ് ഇവിടെ എത്ര ആയിരിക്കും, 22. 10 + ഈ ബോക്സിൻ്റെ അടിയിലുള്ള ഏതൊക്കെയാ, ഇതും ഇതും അല്ലേ. 10 + 12 എത്രയാണ്, 22 അല്ലേ. അപ്പോൾ 22 എന്ന് എഴുതി. ഇനി അടുത്ത് ഇവിടെ എത്ര ആയിരിക്കും, ഇവിടെ 26 അല്ലേ. 12 + 14 26. ഒന്ന് ടീച്ചർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് എഴുതി തരാം കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ എത്രയാണ്, 14ഉം 18ഉം അല്ലേ ഈ ബോക്സിൽ വരേണ്ടത് അല്ലേ. അപ്പോൾ 14 + 18 എത്രയാണ്, 32 അല്ലേ. അപ്പോൾ 32 എന്ന് എഴുതി ഇവിടെ. ഓക്കെ, ദെൻ ഇവിടെ എത്രയാണ്, 18 + 22 അല്ലേ. അപ്പോൾ എന്ത് വരും, 40 വരും അല്ലേ. അവിടെ 14 എഴുതുക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ 14 നേരത്തെ കിട്ടിയിരുന്നത് അല്ലേ. ആ 14 തന്നെ കിട്ടിയല്ലേ. അപ്പോൾ ഗസ് ചെയ്ത് ശരി തന്നെ അല്ലേ. അടുത്ത 22ഉം 26ഉം അല്ലേ. അപ്പോൾ 22 + 26 എത്രയാണ്, 48 അല്ലേ. അപ്പോൾ 48 അവിടെ എഴുതി. ഓക്കെ, നെക്സ്റ്റ് ഈ ബോക്സിൽ ഏതാ വരിക, അതിൻ്റെ താഴെയുള്ള ഈ 2 നമ്പറും ആഡ് ചെയ്തത് അല്ലേ. അപ്പോൾ 32 + 40 എത്രയാണ്, 72 അല്ലേ. 72 എന്ന് എഴുതാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് 40 + 48 എത്രയാണ്, 88 അല്ലേ. 88 അതിവിടെ എഴുതുക. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്, ഇവിടെ എത്ര ആയിരിക്കും, 72 + 88 എത്രയാ, 160 അല്ലേ. 160. ഓക്കെ, 160. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് ഗസ് ചെയ്തതും ആൻസർ ശരിയാണല്ലോ അല്ലേ. 160 തന്നെ അല്ലേ. അപ്പോൾ 4 ടൈംസ് ആണല്ലേ മിഡിൽ നമ്പർ. അപ്പോൾ നമുക്ക് എന്താക്കാം, അങ്ങനെ 5 വന്നാലും നമുക്ക് എന്താക്കാം, അതിൻ്റെ പിരമിഡ് പോലെ ചെയ്തിട്ട് അതിൻ്റെ മിഡിൽ നമ്പറോട് 4 ടൈംസ് കാണുക. പിന്നെ ഇതിൻ്റെ ഒരു പിരമിഡായിട്ട് ഇത് ചെയ്തിട്ട് അതിൻ്റെ 4 ടൈംസും ചെയ്താൽ മതി കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്താകും, എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര ദാറ്റ് വി സ്റ്റാർട്ട്. എന്താണ്, എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര ദാറ്റ് വി സ്റ്റാർട്ട് വിത്ത് എനി 5 numbers equally apart and make a 5-story tower like this. Then the topmost number is a fixed multiple of a middle number. അപ്പോൾ എന്താണ്, ആൾജിബ്ര വെച്ചിട്ട് നമ്മൾ എന്താക്കാൻ പറഞ്ഞേ, അത് 5 നമ്പറിനെ ഈക്വലി അപ്പാർട്ട് ചെയ്തിട്ട് മേക്ക് 5-story ടവർ ആക്കുക ഇതുപോലെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, എന്താ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് എ ഫിക്സഡ് മൾട്ടിപ്പിൾ ഓഫ് ദ മിഡിൽ നമ്പർ. എന്താണ് ടോപ്പ് മോസ്റ്റ് നമ്പർ എന്ന് എന്താണ് പറഞ്ഞാൽ, എന്താണ് ആ മിഡിൽ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാത്, അപ്പോൾ എന്താ ഒന്നും കൂടി ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. ഒരേ അകലിട്ടിട്ടുള്ള 5 നമ്പറായി, അതായത് താഴെയുള്ള ഈ 5 നമ്പർ ഉണ്ടല്ലോ, ഒരേ അകലെ വിട്ടിട്ടുള്ള നമ്പേഴ്സാണല്ലോ. 6, 8, 12, 10, 12, 14 അല്ലേ. അപ്പോൾ ഒരേ എന്താണ് നമ്പർ ഇടവിട്ടുള്ള സംഖ്യയാണ് അല്ലേ ഇത്. അപ്പോൾ ഇങ്ങനെ 5-story ടവറിൽ ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ നടുക്കുള്ള നമ്പർ എന്താണ്, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഈ നമ്പറിനോട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന്, എന്തിൻ്റെ ഒരു നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ള, മിഡിൽ നമ്പറിൻ്റെ മൾട്ടിപ്പിൾ ആണെന്നുള്ളത് എന്താക്കുക, ആൾജിബ്ര വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്ക്, ഇവിടെ എന്താണ് 10 അല്ലേ ഇരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഇവിടെ എത്രയും 160 ആണല്ലേ. അപ്പോൾ എന്താണ് ഈ മിഡിൽ നമ്പറിൻ്റെ 16 ടൈംസ് എന്ന് നമുക്ക് പറയാം അല്ലേ. ഏതായാലും നമുക്ക് എന്താക്കാം, ആൾജിബ്ര വെച്ച് ചെയ്യാം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ നമുക്ക് എന്താക്കാം, അവിടെ ഒരു ഇതേപോലെ നിങ്ങൾ എന്താക്കുക, കള്ളി വരയ്ക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ വരയ്ക്കുക അല്ലേ. അങ്ങോട്ട് ഇതിലെന്താ നമ്മൾ കൊടുക്കേണ്ടത്, ഫസ്റ്റത്തെ നമ്മൾ എക്സ് കൊടുക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എന്താക്കുക, എക്സ് എന്ന് കൊടുക്കുക. ദെൻ ഇതിലെന്താ നമുക്ക് കൊടുക്കാൻ പറ്റും, ഒന്നിടോട്ടുള്ള എന്താണ് ഒരു സെപ്പറേറ്റ്, അതായത് എന്താണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചോദ്യം എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഈക്വൽ ആയിട്ട് എന്താക്കണം, എന്താണ് ഈക്വലി എന്താണ് ഈക്വലി അപ്പാർട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 5 നമ്പർ എന്ന് പറഞ്ഞാൽ ഈക്വലി അപ്പാർട്ടാണ് അല്ലേ 5-story ടവറിൽ. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടുന്ന് എക്സിനോട് x+y കൂട്ടാം കേട്ടോ, x+y. ഓക്കെ, ദെൻ അടുത്ത ഇതിലെന്ത് കൊടുക്കാം നമുക്ക്, x+y
ആദ്യം കൊടുത്തു അല്ലേ. ഇനി എന്താണ് ഈക്വൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താണ് വൈനോട് വൈയും കൂടി കൂട്ടില്ല, എക്സ് പ്ലസ് വൈ എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 2y എന്ന് കൊടുക്കുക. ഓക്കെ, എക്സ് പ്ലസ് 2y എന്ന് കൊടുക്കുക. ഇനി അടുത്തതിൽ എന്ത് വരും? എക്സ് പ്ലസ് 2y പ്ലസ് വൈ എന്ന് വരും അല്ലേ. ഈക്വൽ ആയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് അല്ലേ. അപ്പം എന്താ എക്സ് പ്ലസ് 2y പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എത്രയാ 3y അല്ലേ. എക്സ് പ്ലസ് 3y എന്ന് കൊടുത്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് എക്സ് പ്ലസ് 3yനോട് ഒരു വൈയും കൂടി കൂട്ടി എന്ത് വരും? എക്സ് പ്ലസ് 4y അല്ലേ. എക്സ് പ്ലസ് 4y എന്ന് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താക്കിയ താഴെയുള്ള ഈ ഇതിൽ എന്താണ് 5 സ്റ്റോറി ടവറിലുള്ള ഫസ്റ്റ് ടോപ്പ് മോസ്റ്റ് നമ്പർ നമ്മൾ എന്താക്കി ടോപ്പ് മോസ്റ്റ് അല്ലെങ്കിൽ താഴെയുള്ള നമ്പർ ഇങ്ങനെ എഴുതി നമ്മൾ അല്ലേ. എക്സ് പ്ലസ് വൈ, എക്സ് പ്ലസ് 2y, എക്സ് പ്ലസ് 3y, എക്സ് പ്ലസ് 4y. ഇനി നമ്മൾ ഇതെന്താ ചെയ്യുക? എക്സ് പ്ലസ് വൈ എന്ന് അല്ലേ. അപ്പോൾ നമ്മൾ എഴുതി നോക്കുക എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ എക്സും ഇവിടെ എക്സിലെ 2x ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്താ 2x എന്ന് എഴുതാം അല്ലേ. അപ്പോൾ 2x പ്ലസ് പിന്നെ അവിടെ എന്താ കിടക്കുന്നത്? ഒരു വൈ കിടക്കുന്നില്ലേ? വൈ അല്ലേ. 2x പ്ലസ് വൈ. അപ്പോൾ നമ്മൾ ഈ നമ്പറിൽ എന്താണ് 2x പ്ലസ് വൈ എന്ന് കൊടുക്കുക അല്ലേ. ഇനി നമുക്ക് എന്താണ് ഇതിലെന്താ എഴുതുക? നമുക്ക് ഇതിൽ നമുക്ക് എക്സ് പ്ലസ് വൈ പ്ലസ് ഈ രണ്ട് ഇതുമല്ലേ നമ്മൾ, അതായത് എന്താണ് ഇതും ഈ നമ്പറും ആഡ് ചെയ്യാണ് വേണ്ടത് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് പ്ലസ് 2y അല്ലേ. അപ്പോൾ എക്സ് എത്ര ഉണ്ട്? ഇവിടെ എക്സ് അല്ലേ. അപ്പോൾ 2x എന്ന് കൊടുക്കുക അല്ലേ. അപ്പോൾ 2x പ്ലസ് ഇനി വൈ നോക്കൂ, വൈ പ്ലസ് 2y ആണല്ലേ. അപ്പോൾ വൈ പ്ലസ് 2y എന്ന് പറഞ്ഞാൽ എന്താണ്? 3y അല്ലേ. അപ്പോൾ 2x പ്ലസ് 3y നമ്മൾ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ കളിയിൽ എന്താ കൊടുക്കുക? നമുക്ക് ഈ കളിയിൽ ഈ താഴെ ഈ നമ്പറും കൂട്ടുക അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 2y പ്ലസ് എക്സ് പ്ലസ് 3y അല്ലേ. അപ്പോൾ എത്ര എക്സ് ഉണ്ട് ഇവിടെ? എക്സും 2x അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം 2x എഴുതാം. 2x പ്ലസ് പിന്നെ എന്താ അടുത്ത് ചെയ്ത് നമ്മൾ 2x പ്ലസ് പിന്നെ 2y പ്ലസ് 3y അല്ലേ. അപ്പോൾ 2y പ്ലസ് 3y എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2ഉം 3ഉം കൂട്ടുക 5y എന്ന് എഴുതും അല്ലേ. അപ്പോൾ 5y. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ് നമ്മളിവിടെ എഴുതേണ്ടത്? ഇതിലെന്താ എഴുതേണ്ടത്? ഈ താഴെ ഈ നമ്പർ കൂട്ടുക അല്ലേ. എക്സ് പ്ലസ് 3y പ്ലസ് എക്സ് പ്ലസ് 3y. അപ്പോൾ എക്സുകൾ എത്ര ഉണ്ട്? 2 അല്ലേ. അപ്പോൾ നമുക്ക് എന്താക്കാം? അവിടെ 2x എന്ന് എഴുതുക. ഓക്കെ, 2x പ്ലസ് 2x ഇനി എന്താ അവിടെ 3yയും 4yയും ഇല്ലേ. അപ്പോൾ 3y പ്ലസ് 4y എന്താ? 3 പ്ലസ് 4 എന്താ? 7 ഇല്ലേ. 7y എന്ന് എഴുതുക ഇവിടെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിലെന്തായിരിക്കും നമ്മൾ എഴുതുക? ആൾജിബ്ര വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇനി എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഇതിലുള്ളതും കൂടി നമ്മൾ ആഡ് ചെയ്യുക അല്ലേ. ഇതിലുള്ളതും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 2x പ്ലസ് വൈ പ്ലസ് 2x പ്ലസ് 3y അല്ലേ. എക്സുകൾ എത്ര ഉണ്ട്? ഇവിടെ 2x ഉണ്ട്, ഇവിടെയും 2x ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചെയ്താൽ 4x എഴുതാം അല്ലേ. അപ്പോൾ 4x പ്ലസ് ഇനിയോ വൈ എത്ര ഉണ്ട്? ഇവിടെ y പ്ലസ് 3y ആണല്ലേ. ഇവിടെ 1y ആണ്, ഇവിടെ 3y ആണല്ലേ. അപ്പോൾ 1 പ്ലസ് 3 എത്ര? 4y എന്ന് എഴുതാം നമുക്ക് കേട്ടോ അവിടെ. അപ്പോൾ 4y. ഓക്കെ, നെക്സ്റ്റ് ഈ കോളത്തിൽ താഴെ ഈ നമ്പറും കൂട്ടില്ലേ. അപ്പോൾ 2x പ്ലസ് 3y പ്ലസ് 2x പ്ലസ് 5y അല്ലേ. അപ്പോൾ 2xും എന്താണ്? 4x എന്ന് എഴുതുക. 4x പ്ലസ് ഇനി എന്താണ് 3y ഉണ്ട്, പിന്നെ അപ്പുറത്ത് എന്താണ് 5y ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ 3 പ്ലസ് 5 എന്താണ് 8 അല്ലേ. അപ്പോൾ 8y എന്ന് എഴുതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതിലെന്താ എഴുതുക? അതാ ഈ നമ്പറും കൂട്ടുക അല്ലേ. അപ്പോൾ 2x പ്ലസ് 5y പ്ലസ് 2x പ്ലസ് 7y അല്ലേ. ഇനി എക്സുകൾ ഒരുമിച്ച് കൂട്ടുക. അപ്പോൾ 2x പ്ലസ് 2x എത്രയാണ്? 4x അല്ലേ. അപ്പോൾ 4x ദെൻ 4x പ്ലസ് ഇനി ഇവിടെ എന്താ 5yയും 7yയും ഇല്ലേ. അപ്പോൾ 5 പ്ലസ് 7 എത്രയാണ്? 12y എന്ന് എഴുതാം കേട്ടോ നമുക്കവിടെ 12y. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് എന്താ എഴുതാ? ഈ 4x പ്ലസ് 4y അല്ലേ ഇരുന്നോ. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്താ? ഈ കോളത്തിൽ 4x പ്ലസ് 4y പ്ലസ് 4x പ്ലസ് 8y അല്ലേ. അപ്പോൾ ഇവിടെ എന്താ എക്സുകൾ എത്ര ഉണ്ട്? 4xും 8x അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താക്കുക? 8x plus. So that's our way out, I think. Okay, what do we got in here? ഓക്കെ, അപ്പോൾ 8x പ്ലസ് 12y എന്ന് എഴുതിയില്ല ഇവിടെ. ഇനി ഇവിടെയോ? അവിടെ 4x പ്ലസ് 8y പ്ലസ് 4x പ്ലസ് 12y അല്ലേ. ഈ രണ്ട് കോളത്തിലും കൂട്ടുക അല്ലേ. അപ്പോൾ 4x പ്ലസ് 4xകൾ ഒരുമിച്ച് എഴുതുക അല്ലേ. അപ്പോൾ 4x പ്ലസ് 4x എത്രയായി? 8x എന്നായി അല്ലേ. അപ്പോൾ 8x പ്ലസ് എന്താണ്? 8x പ്ലസ് പിന്നെ വൈകളോ ഇവിടെ 8y ഉണ്ട് 12y ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് 8y പ്ലസ് 12y എന്താ? 20y അല്ലേ. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് എഴുതുക? 20y എന്ന് എഴുതാം കേട്ടോ. 20y. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ എന്ത് വരും നമുക്ക്? ഇത് രണ്ടും കൂട്ടിയത് അല്ലേ. അപ്പോൾ 8x പ്ലസ് 12y പ്ലസ് 8x പ്ലസ് 20y അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്തു? 8x പ്ലസ് 8x എന്താ? 16x അല്ലേ. അപ്പോൾ 16x
luckily 16x പ്ലസ് പിന്നെന്താ വരിക 16x പ്ലസ് okay, we have 2 eggs. ഇനി 12y പ്ലസ് 20y എന്ന് പറഞ്ഞാൽ എത്രയാണ് 12 പ്ലസ് 20 എത്ര 32 അല്ലേ അപ്പൊ 32y ഓക്കെ ഇപ്പൊ 32y എന്ന് കിട്ടി അപ്പൊ ഇതുവരെ കിട്ടിയ മനസ്സിലായല്ലോ ഇത് ഓരോ കോളത്തും എന്താണ് ആ കോളത്തിന് നേരെ താഴെയുള്ള രണ്ട് നമ്പർ ആഡ് ചെയ്താൽ മതി ആ ഇതിലേക്ക് അല്ലേ ആ കള്ളിയിലേക്ക് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെ അല്ല 16x പ്ലസ് 32y എന്ന് എഴുതി അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് ഫിക്സഡ് മൾട്ടിപ്പിൾ ഓഫ് മിഡിൽ നമ്പർ ഈ മിഡിൽ നമ്പറുമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടോ എന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് എന്താക്കാം ഈ മിഡിൽ നമ്പറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് ടോപ്പ് മോസ്റ്റ് ഉള്ള നമ്പർ ഉണ്ട് അല്ലേ നോക്കിയേ അപ്പൊ ഇത് നമുക്ക് എന്താക്കാം ഇതില് ഇവിടെ ഫസ്റ്റ് എക്സ് അല്ലേ ഇവിടെ എക്സ് ആക്കാം ഇവിടെ 16 എന്താക്കാം ഇതിന്ന് രണ്ടും നമുക്ക് പുറത്തെടുത്ത് നോക്കാം നമുക്ക് അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം 16 This is so far from 16 it's a risk, but x plus I bet you I'm gonna get a lot 32y is equal to നമുക്ക് ഇതിൽ 16 ഉണ്ട് ഇതിലും 16 ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എന്താക്കാം 16 നമുക്ക് എന്താക്കാം ഔട്ട് സൈഡിൽ പുറത്തേക്ക് എടുക്കുക അപ്പൊ 16 ഇൻറ്റു അങ്ങനെ എക്സ് പ്ലസ് ഇനി 32 എത്ര എക്സ് ഉണ്ട് 16 ഉണ്ട് 16 ഇൻറ്റു 2 അല്ല 32 അപ്പൊ നമുക്ക് എന്താക്കാം ഇവിടെ 2 എന്ന് എഴുതാം അപ്പൊ 2y Is അല്ലേ Charles here as well? ഓക്കെ അപ്പൊ എക്സ് പ്ലസ് 2y അല്ലേ അപ്പൊ എന്താ 16 പുറത്തെടുത്തപ്പോൾ എന്താണ് 16 പുറത്തെടുത്തപ്പോൾ ഇവിടെ ഓൺലി എക്സ് ഉണ്ടാവുള്ളൂ ഈ 32 ഡിവൈഡഡ് ബൈ 6 ചെയ്ത് നോക്കിയാൽ എന്താ കിട്ടുക 2 അല്ലേ അപ്പൊ 2 എഴുതി y എഴുതി ഇനി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ ഈ എന്താണ് ബ്രാക്കറ്റ് ഒഴിവാക്കി ചെയ്യുമ്പോൾ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അപ്പൊ 16 എക്സ് എന്ന് പറഞ്ഞാൽ 16x പ്ലസ് പിന്നെ 16 ഇൻറ്റു 2y എന്ന് പറഞ്ഞാൽ എത്രയാ 16 ഇൻറ്റു 2 എത്രയാ 32 അല്ലേ പിന്നെ y 32y അപ്പൊ ശരിയല്ലേ അപ്പൊ എന്താണ് ഈ മിഡിൽ നമ്പറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ മോളത്തെ ഈ നമ്പർ യെസ് അല്ലേ 16 ടൈംസ് ഓഫ് ദാറ്റ് മിഡിൽ നമ്പർ അല്ലേ അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ആൾജിബ്ര വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം അല്ലേ എന്നിട്ട് എന്താ എഴുതേണ്ടത് ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് ഫിക്സഡ് മൾട്ടിപ്പിൾ ഓഫ് ദ മിഡിൽ നമ്പർ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം അപ്പൊ ഇത് എന്താ ടോപ്പ് മോസ്റ്റ് നമ്പർ ആണ് അല്ലേ അപ്പൊ ഇതെന്താണ് ടോപ്പ് മോസ്റ്റ് നമ്പർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം Lou Pinkin, I don't care. Lou Pinkin, Top thank most. you. Bro, this guy's aimbot. This guy is aimbot. നമ്പർ That's all I wanted. I got the is freaking equal Lou to Pinkin. എന്താണ് ഇത് അല്ലേ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എന്താക്കുക ഈ താഴെയുള്ള 16x പ്ലസ് 32y ഈക്വൽ ടു 60 ഇൻറ്റു എക്സ് പ്ലസ് 2y എന്ന് എഴുതല്ലേ അപ്പോൾ എന്താണ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ എഴുതാം 16 ഇൻറ്റു 16 ഇൻറ്റു I think I just have to 60 ഇൻറ്റു മിഡിൽ പാർട്ട് ഓഫ് എന്താണ് എന്താ 60 ഇൻറ്റു എക്സ് പ്ലസ് 2y അല്ലേ അപ്പോൾ എക്സ് പ്ലസ് 2y ഇതാ ഇവിടെ അല്ലേ അപ്പോൾ ഈ നമ്പറിൻ്റെ ഈ മിഡിൽ ബോട്ടം റോയിലുള്ള മിഡിൽ നമ്പർ ആണ് അല്ലേ അപ്പോൾ എന്താണ് മിഡിൽ നമ്പർ ഓഫ് ദ ബോട്ടം റോ എന്ന് എഴുതാം കേട്ടോ 16 ഇൻറ്റു മിഡിൽ നമ്പർ ഓഫ് ദ ബോട്ടം റോ ഓക്കെ മിഡിൽ മിഡിൽ I don't know. If that's Number what I have to do, that's pretty crazy actually. Alright, let's RPM right quick. I killed him! Did I? I think I did. Bottom I actually row. think I killed him. No way. He left as soon as I got in the train. Did I kill him? I did! I did! ബോട്ടം Oh, that's what you have to do. ഓക്കെ That's അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം crazy. Like, oh my. ഓക്കെ അപ്പോൾ എന്താണ് എന്തെങ്കിലും ബന്ധം ഉണ്ടോയെന്ന് വെച്ചാൽ എന്താണ് ഒരു ഫിക്സഡ് നമ്പറുമായിട്ട് അതായത് ഫിക്സഡ് മൾട്ടിപ്പിൾ ആണ് ഈ മിഡിൽ നമ്പറിന് എന്തെങ്കിലും ഫിക്സഡ് മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ യെസ് ആണല്ലേ അപ്പോൾ എന്താണ് 16 ഇൻറ്റു അല്ലേ ഈ മിഡിൽ നമ്പർ ഓഫ് ബോട്ടം റോൻ്റെ മിഡിൽ നമ്പറിൻ്റെ 16 ടൈംസ് ആണ് എന്ത് ഈ ബോട്ടം അല്ല ടോപ്പ് മോസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് അല്ലേ ഓക്കെ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് അതിൽ തന്നെ വരുന്നുണ്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി തേർഡ് വണ് മൂന്നാമത്തെ ദിവസം ഇസ് ദർ എനി മെത്തേഡ് ടു ഡിറ്റർമിൻ ദിസ് വിത്തൗട്ട് റൈറ്റിംഗ് ഓൾ ദ നമ്പേഴ്സ് എല്ലാ നമ്പേഴ്സും എഴുതാതെ തന്നെ നമുക്ക് ഇത് നിശ്ചയിക്കാനുള്ള വഴി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അല്ലേ എന്താ കാരണം നമുക്കറിയാം എന്ത് ഈ ബോട്ടം റോന്റെ മിഡിൽ നമ്പറിനെ എന്താ 16 മൾട്ടിപ്പിൾ ചെയ്താലാണ് എന്ത് നമുക്ക് ടോപ്പ് മോസ്റ്റ് നമ്പർ കിട്ടുക അല്ലേ അപ്പൊ നമുക്ക് എന്താ മൂന്നാമത്തെ ആൻസർ എഴുതാ ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാം അല്ലേ 3 എന്നിട്ട് എഴുതാം അപ്പൊ എന്താണ് ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു എന്താ 60 ഇൻറ്റു മിഡിൽ നമ്പർ ഓഫ് ദ ബോട്ടം റോ അല്ലേ അപ്പൊ നമുക്ക് എന്താക്കാം അത് മൾട്ടിപ്പിൾ ചെയ്യാതെ തന്നെ നമുക്ക് എന്താക്കാം നമുക്ക് കിട്ടും അല്ലേ ഹെൻസ് എന്താണ് ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് ദ എന്താണ് 16 ടൈംസ് ഓഫ് മിഡിൽ നമ്പർ ഓഫ് ദ ബോട്ടം റോ എന്ന് എഴുതാം കേട്ടോ ഹെൻസ് എന്താണ് ടോപ്പ് മോസ്റ്റ് നമ്പർ ഈസ് ടോപ്പ് മോസ്റ്റ് number is എന്താണ് 16 times the 16 times the middle number of the 16 times the middle number
Of the bottom row എഴുതാം കേട്ടോ. Of the Okay. bottom row. Lovely. All right. Well, I am not prepared. I don't think so, like at all. But we'll figure it out. Can I get on this house? I can. Ooh, I don't know if I'm supposed to be up here, but I am. I need ഓക്കെ, one more അപ്പം because I have മിഡിൽ to നമ്പർ ഓഫ് ദ separate. ബോട്ടം റോ എന്ന് എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ? ഇത് സംഭവം മനസ്സിലായില്ലേ? നോക്കൂ, ഇതാണ് മിഡിൽ നമ്പർ ഇല്ലേ? ബോട്ടം റോന്റെ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? x+2y ആണ് അല്ലേ? ടോപ്പ് മോസ്റ്റ് നമ്പർ എന്താണ്? 16x+32y ആണ് അല്ലേ? അപ്പോൾ 16x+32y നമ്മൾ എന്താക്കിയത്? 60 × x+2y എന്ന് എഴുതിയത് അല്ലേ? എഴുതിയൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലേ? ദെൻ x+2y എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, ഈ ബോട്ടം റോയിലെ ലാസ്റ്റത്തെ ഈ നടുക്കത്തെ നമ്പറാണ് അല്ലേ? ഈ ബോട്ടം റോയിലുള്ള മിഡിൽ നമ്പറാണ് ഇത് x+2y അതല്ലേ ഇത്? അപ്പോൾ 16 ടൈംസിനോട് ഈ മിഡിൽ നമ്പർ ഇൻറ്റു ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ടോപ്പ് മോസ്റ്റ് നമ്പർ കിട്ടും കേട്ടോ. ഓക്കെ, Probably. ടേക്ക്